രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അരി തിളപ്പിച്ച് തെർമൽ കുക്കറിലാക്കി അടുത്തതായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ടൊക്കെ അത് എടുത്ത് വച്ചേക്കുകയാണ് കേട്ടോ. ഇന്ന് എന്തുണ്ടാക്കിയാലും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ മോളും അനിയൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഫുഡ് കൊണ്ടുപോകണം. അതിനായിട്ട് എല്ലാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ്. അപ്പം ചപ്പാത്തിക്കായിട്ട് ഞാൻ കറി ടൊമാറ്റോ ഫ്രൈ തന്നെയാണ്. മിക്കവാറും ഞാൻ ദിവസങ്ങളിലും ടൊമാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചപ്പാത്തി. പിന്നെ പരിപ്പ് കറി കൂട്ടി കഴിക്കാനും ഇഷ്ടമുണ്ട്. അത് ഈസി ഇതല്ലേ, അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോയ ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ കുറച്ചധികം തന്നെ സോയ വറുത്തെടുത്ത്, കാരണം ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാമല്ലോ. അങ്ങനെ രണ്ടിനും വേണ്ടിയിട്ട് കുറച്ച് സോയ വറുത്തു. പിന്നെ ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ചേർത്തൊന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുത്തു. ഇനി ഒരു ചമ്മന്തിയും ഉണ്ടാക്കണം, ഒരു ഓംലെറ്റും ഉണ്ടാക്കണം. അപ്പം കുറച്ച് തേങ്ങ തിരുമ്മി ചമ്മന്തി റെഡിയാക്കി എടുക്കണം. ഈ ചിരവയില്ലേ നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് എവിടെ കൊണ്ടുവച്ച് വേണമെങ്കിലും തേങ്ങ തിരുമ്മി എടുക്കാമേ. മേശപ്പുറത്തായാലും ഒക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി ചമ്മന്തിയും ഉണ്ടാക്കി. പിന്നെ ചപ്പാത്തി റെഡിയാക്കി എടുത്തു. പിന്നെ ഓംലെറ്റും ഉണ്ടാക്കി. അപ്പോഴത്തേക്കൂടെ സമയമായി, ബഹളമായി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പൊതിച്ചോറ് റെഡിയാക്കി എടുക്കുകയാണേ. അപ്പോൾ അവർക്കൊക്കെ പൊതിച്ചോറ് ഉണ്ടാക്കിയ സമയത്തിന് എനിക്കും കൂടെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പം കഴിക്കാൻ കുറച്ച് നാളായി പൊതിച്ചോറ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു വെച്ചു. അങ്ങനെ എല്ലാ പൊതിച്ചോറും ഒക്കെ റെഡിയാക്കി അവരെ പറഞ്ഞ് വിട്ടു. അപ്പം മോളും അനിയൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാനൊരു 2:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചോറെടുത്തു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. കൊതിയൂറുന്ന മണമായിരുന്നേ. ആ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇടാൻ മണമായിരുന്നു നന്നായിട്ട് വന്നിരുന്നത്. അത് ഇങ്ങനെ ചോറിലൊക്കെ പിടിച്ചിരുന്നു. അത് ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ അരി തിളപ്പിച്ച് തെർമൽ കുക്കറിലാക്കി അടുത്തതായിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ടൊക്കെ അത് എടുത്ത് വച്ചേക്കുകയാണ് കേട്ടോ. ഇന്ന് എന്തുണ്ടാക്കിയാലും ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മായിയമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ മോളും അനിയൻ്റെ മോളും കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഫുഡ് കൊണ്ടുപോകണം. അതിനായിട്ട് എല്ലാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണ്. അപ്പം ചപ്പാത്തിക്കായിട്ട് ഞാൻ കറി ടൊമാറ്റോ ഫ്രൈ തന്നെയാണ്. മിക്കവാറും ഞാൻ ദിവസങ്ങളിലും ടൊമാറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് കൂട്ടി കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ചപ്പാത്തി. പിന്നെ പരിപ്പ് കറി കൂട്ടി കഴിക്കാനും ഇഷ്ടമുണ്ട്. അത് ഈസി ഇതല്ലേ, അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോയ ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ